ഇന്നും ഒന്നും കണ്ടെത്താനായില്ല. വിജിൽ നരഹത്യ കേസിൽ അന്വേഷണം വഴിമുട്ടുകയാണ്. 6 വർഷത്തിന് ശേഷം ചുരുളഴിഞ്ഞ നേരിൽ തെളിവ് കണ്ടെത്താനേ ആകുന്നില്ല. സരോവരത്തെ ചതുപ്പിൽ പ്രതികളുടെ സാന്നിധ്യത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ നാളെ വിപുലമായ പരിശോധന നടത്തും. അതേസമയം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കടലിൽ ഒഴുക്കിയെന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. വർഷത്തിന് ശേഷമാണ് വിജിൽ തിരോധാനത്തിൽ വഴിത്തിരിവുണ്ടായത്. മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് നരഹത്യ കേസായി മാറി. 2019 മാർച്ച് 24-ന് വീട്ടിൽ നിന്നിറങ്ങിയ വിജിലിനെ കാണാനില്ല എന്നായിരുന്നു പിതാവ് എലത്തൂർ സ്റ്റേഷനിൽ നൽകിയ പരാതി. മിസ്സിംഗ് കേസുകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് നരഹത്യ കേസായി മാറിയത്. അമിത അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം പോയ വിജിലിനെ സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ്, രഞ്ജിത്ത് എന്നിവർ 2 ദിവസം കഴിഞ്ഞ് സരോവരത്തെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച പ്രതികളായ നിഖിൽ, ദീപേഷ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് വീണ്ടും പ്രതികളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. പ്രദേശത്തെ വെള്ളം പൂർണ്ണമായും വറ്റിച്ചു. വെള്ളം നല്ലതെന്ന് പറഞ്ഞാൽ ഒരു 7 അടിയോളം വെള്ളം ഉണ്ടായിന്. വെള്ളം വലിയ 20 HP മോട്ടർ വെച്ചിട്ട് വെള്ളം പൂർണ്ണമായിട്ട് അടിച്ചു വറ്റിച്ച്. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പം ഇല്ല. JCB വെച്ചിട്ട് മാന്തി പുറത്തിടുന്ന സമയത്ത് JCB താന്നു പോയി. ഇനിയിപ്പോൾ അതുകൊണ്ട് നാളെ ഈ ചെയിൻ എന്താ പറയുക, ഈ ടച്ച് പോലുള്ള സാധനങ്ങൾ വന്നിട്ട് നാളെ അത് മാറ്റിയതിന് ശേഷം എടുക്കും എന്നാണ്. പ്രതികൾ കാണിച്ചു തന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ഉണ്ടെങ്കിൽ, ബോഡീൻ്റെ എന്തെങ്കിലും അവശിഷ്ടം ഉണ്ടെങ്കിൽ നാളെ എന്തായാലും അത് പൂർണ്ണമായിട്ട് എടുക്കും. നാളെ രാവിലെ 9 മണിക്ക് തിരച്ചിൽ വീണ്ടും ആരംഭിക്കും. നമ്മളവിടെ നാളത്തെ ഒരു വലിയ സെർച്ചിന് മുന്നോടിയായിട്ടുള്ള എല്ലാ വർക്കുകളും ഇപ്പോൾ ഇവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. വെള്ളം വറ്റിച്ചു, അങ്ങോട്ടേക്ക് JCB മറ്റേ ഹിറ്റാച്ചിയൊക്കെ എത്താനുള്ള റോഡ് കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങളവിടെ കുറേ മാലിന്യങ്ങളുണ്ട്, അതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. മഴ പെയ്യാതിരുന്നാൽ നാളെ നമുക്ക് നല്ലൊരു രീതിയിൽ ഇത് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കടാവർ നായകളെ എത്തിച്ചായിരുന്നു ഇന്നത്തെ പരിശോധന. ഈ കേസിൽ ഇനി 2ാം പ്രതി രഞ്ജിത്ത് കൂടി പിടിയിലാകാനുണ്ട്. കേസിന്റെ മുന്നോട്ടുള്ള നീക്കത്തിന് നാളത്തെ പരിശോധന ഏറെ പ്രധാനപ്പെട്ടതാണ്. വെള്ളം പൂർണ്ണമായും വറ്റിച്ചിട്ടുണ്ട്. നാളെ വിജിലിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.